ഈ മരണപ്പെട്ടു പോയിട്ടുള്ള ആത്മാക്കൾ എവിടെയാണ് എന്നാണ്. ലാസ്റ്റ് കൺക്ലൂഷൻ ലെവലിലേക്ക് എത്തിയപ്പോഴേക്കും ഇവരവിടെ ഇരുന്ന് മുരളുന്ന ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണിച്ചിത്ര താഴ്ന്നൊന്നുമല്ല, അത്രയും അതിഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ആ സ്ത്രീ അവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായത്. എനിക്കെതിരെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല ഈ എനർജിക്കെങ്കിൽ പിന്നെ അവർ കണ്ടെത്തുന്നത് എൻ്റെ അടുത്ത ബന്ധുക്കളെയാണ്, എൻ്റെ മക്കള്, ഭാര്യ, അതല്ലെങ്കിൽ എൻ്റെ കുടുംബം. അതായത് അച്ഛനും അമ്മയും തന്നെ അഭിചാരം ചെയ്യുക. അതെ അതെ അതെ, ഇവർക്കെതിരെ അയച്ച എൻറ്റിറ്റി ഇവരിലൂടെ സംസാരിക്കാൻ തുടങ്ങി. ആലോചിച്ചു, ക്യാൻ യു ഇമാജിൻ? എനർജിയെ നമുക്ക് അങ്ങനെ വിനിയോഗിക്കാൻ പറ്റും. ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നതും വൈറ്റ് മാജിക് എന്ന് പറയുന്നതും ഒരു നാണയത്തിന്റെ രണ്ട് വശമാണ്. സർ, ആത്മാക്കളെ പറ്റി നമ്മൾ പല വീഡിയോകളിലും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് ഈ മരണപ്പെട്ടു പോയിട്ടുള്ള ആത്മാക്കൾ എവിടെയാണ് എന്നാണ്. ചിലർ പറയും മരിച്ചു കഴിഞ്ഞാലും ആ ആത്മാക്കൾ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? അത് ആത്മാക്കളെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എനർജിയുടെ നിയമം മനസ്സിലാക്കിയാൽ മതി. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ബയോമാഗ്നറ്റിക്, ബയോ ഇലക്ട്രിക്, ബയോ പ്ലാസ്മിക് തലത്തിലുള്ള ഊർജ നിബിഡമായിട്ടുള്ള ജീവികളാണ് മനുഷ്യരെന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ ഈ എനർജി തന്നെയല്ലേ, ഇതെല്ലാം എനർജി അല്ലേ? എനർജി കനോട്ട് ബി ഡിസ്ട്രോയിഡ്, ദെൻ വേർ ഇറ്റ് ഗോസ്. എനർജിയെ നമുക്ക് നശിപ്പിക്കാനൊക്കില്ല. പിന്നെ എവിടെ പോകുന്നു ഇത്? പിന്നെ എനർജിക്ക് പറ്റാവുന്ന ഒരു രൂപത്തിൽ നിന്ന് വേറെ രൂപത്തിലേക്ക് രൂപാന്തരം പ്രാപിക്കാം എന്നുള്ളതാണ്. എനർജി ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു അതർ ഫോംസ്, വേറെ ഫോമിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ മാറ്റപ്പെടുന്നുണ്ട്. അപ്പോൾ ജീവശരീര ഊർജ്ജം നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ട്. മരിച്ചു കഴിഞ്ഞാൽ മൃതശരീരത്തിൽ നിന്ന്, അത് മൃതശരീരമാണ് ഇവിടെ കിടക്കുന്നത്, അതിൽ നിന്ന് പോയിട്ടുള്ള ആത്മാവിന് പിന്നെ ഊർജ്ജതലത്തിൽ ഒരു നിലനിൽപ്പുണ്ട്. ഓരോ വ്യക്തികൾക്കും അവരുടേതായ കോൺഷ്യസ്നസ് ലെവലുണ്ട്, ബോധസത്യമുണ്ട് ഓരോർക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ അവർ മുജ്ജന്മങ്ങളിൽ നിന്ന് കൊണ്ടുവന്നും ഈ ജന്മത്തിൽ ചെയ്തിട്ടുള്ള പ്രാരാബ്ധ കർമ്മങ്ങളും, സഞ്ചിത കർമ്മങ്ങൾ, പ്രാരാബ്ധ കർമ്മം, ഈ ആഗാമ്യ കർമ്മം, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ച് മരിക്കുന്നത്. അപ്പോൾ ജീവിച്ച കാലത്ത് ചെയ്ത കർമ്മങ്ങൾ ഇതെല്ലാം നമ്മളുടെ ശരീരത്തിൽ നിന്ന് ഒരു ബോധവിത്തുണ്ട്, ഒരു കോൺഷ്യസ്നസ് സീഡുണ്ട്. ഈ സീഡ് നമ്മിൽ നിന്ന് വേർപിരിയും, ശരീരത്തിൽ നിന്ന്. ആ വേർപിരിഞ്ഞു കഴിഞ്ഞാൽ അത് ഊർജ്ജ രൂപത്തിൽ ആ ബോധസത്ത ഈ യൂണിവേഴ്സിൽ പല ഫ്രീക്വൻസിയിലായിട്ടാണ് നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സാർ ഒരുപാട് ഹീലിങ്ങുകൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആത്മാക്കളുമായിട്ട് ഒരുപാട് ഇടപെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഭയപ്പെടുത്തി അല്ലെങ്കിൽ ഒന്ന് പേടിപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ഈ അടുത്തിടയ്ക്ക് തന്നെ ഉണ്ടായിരുന്നു. ഒരു 2-3 ദിവസമായിട്ടുള്ളൂ. ഒരു വീടിന് ഭയങ്കര പ്രശ്നം, ആ വീട്ടിലെ ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നം. തൃശ്ശൂർ ഭാഗം എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. ഓക്കെ, അതിൽ കൂടുതൽ നമുക്ക് അവരെക്കുറിച്ച് പറയാനൊക്കില്ല. 52 വയസ്സുള്ള ഒരു ലേഡിയും 54 വയസ്സുള്ള അവരുടെ ഭർത്താവുമാണ് വന്നത്. ആദ്യത്തെ സന്ദർശന വേളയിൽ അവരുടെ മക്കളും ഉണ്ടായിരുന്നു. ലാസ്റ്റ് വന്നപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഈ പറയുന്ന സംഭവം നടക്കുമ്പോൾ. അപ്പോൾ അവരുടെ വീടിനൊരു സംരക്ഷണം വേണം. കാരണം അവരുടെ തന്നെ ഈ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ചേർന്നിട്ട് ഇവർക്കെതിരെ, രണ്ടു കൂട്ടർക്കും എതിരെ ആഭിചാരം ചെയ്യുന്നു എന്നുള്ള ശക്തമായ ധാരണ ഇവർക്കുണ്ട്, വിശ്വാസമുണ്ട്. അതിന് പ്രത്യക്ഷമായ തെളിവുകൾ പലതവണ കിട്ടുകയും ചെയ്യും. അതായത് അച്ഛനും അമ്മയും തന്നെ അഭിചാരം ചെയ്യുക. അതെ അതെ, ഞാൻ എൻ്റെ വന്നിട്ടുള്ള ഇങ്ങനത്തെ കേസുകളിൽ ഭൂരിഭാഗവും ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആഭിചാരം ചെയ്ത കേസുകളാണ് എനിക്ക് വന്നിട്ടുള്ളത്. 90%. ബാക്കി കുറച്ച് ശതമാനം മാത്രമേ ഉള്ളൂ ബന്ധുക്കൾ, വേറെ ബന്ധുക്കൾ ചെയ്തത്, അതല്ലെങ്കിൽ അയൽവാസി ചെയ്തത്, സ്വന്തം കൂട്ടുകാരൻ ചെയ്തത്, ശത്രു ചെയ്തതൊക്കെ വരുന്നുള്ളൂ. സാധാരണ ശത്രുദോഷം എന്ന് പറയും, പക്ഷെ ബന്ധു തന്നെ ശത്രു ആയാലോ? അതാണ് ഈ കേസ്. ഈ ലേഡിക്ക് ആ സമയത്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീടിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രിസ്റ്റൽ അവിടെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അതിൻ്റെ പരിഹാരമായിട്ടാണ് അത്. അപ്പോൾ എന്തെങ്കിലും ബന്ധനങ്ങളും ബാധകളും ഒക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ ഇട്ട് കഴിയുമ്പോൾ, കുഴിച്ചിട്ട് കഴിയുമ്പോൾ ആ വീടിൻ്റെ പ്രശ്നങ്ങൾ മാറ്റാൻ സാധിക്കും. വളരെ റിസ്ക് എടുത്ത് ചെയ്യുന്ന പരിപാടിയാണ്. കാരണം നമ്മളിത് ചെയ്യുമ്പോൾ എത്രത്തോളം റിസ്ക് ഉണ്ടെന്നും കൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം. ആളുകൾക്ക് നമ്മൾ ഒരു ചാർജ് പറയുമ്പോൾ ഇതെന്താ ഇത്ര അധികം എന്ന് ചോദിക്കും. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഒരു വീടിൻ്റെ ബാധയെ മാറ്റുമ്പോൾ, ആ വീടിനെ രക്ഷപ്പെടുത്തുന്ന സമയത്ത് അവിടെ ചെയ്യപ്പെട്ടിട്ടുള്ള ബാധകളോ എനർജിയോ പിന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ഇത് ആര് മാറ്റി എന്നുള്ളതാണ്. അതാരാ? ഞാനാണെങ്കിൽ എൻ്റെ നേരെയാണ്.
അപ്പോൾ എനിക്കെതിരെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല ഈ എനർജിക്കെങ്കിൽ പിന്നെ അവർ കണ്ടെത്തുന്നത് എൻ്റെ അടുത്ത ബന്ധുക്കളെയാണ്. എൻ്റെ മക്കൾ, ഭാര്യ, അതല്ലെങ്കിൽ എൻ്റെ കുടുംബം, വീട്, പരിസരം, ഇതൊക്കെയാണ്. ഇതെല്ലാം നമ്മൾ ബന്ധിച്ച് നിർത്തി പ്രൊട്ടക്റ്റഡ് ആയതിനു ശേഷം മാത്രമാണ് ഇത്തരം കർമ്മങ്ങൾ നമ്മൾ ചെയ്യുള്ളൂ. അങ്ങനെ ഈ കർമ്മം ചെയ്യാനിരുന്നു. ഞാൻ അത് അമതിസ്റ്റിൻ്റെ ക്രിസ്റ്റലാണ്, പിരമിഡ് രൂപത്തിലും പെൻസിൽ രൂപത്തിലും കൂടി ഇരിക്കുന്നത്, 4 ദിക്കിനെയും ബന്ധിക്കുന്ന ക്രിസ്റ്റലാണ്. ഇതതിനുള്ള പ്രോഗ്രാം ചെയ്ത് ലാസ്റ്റ് കൺക്ലൂഷൻ ലെവലിലേക്ക് എത്തിയപ്പോഴേക്കും ഇവരവിടെ ഇരുന്ന് മുരളുന്ന ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് ആ വീട്ടിലത് കുഴിച്ചിടാൻ വേണ്ടി ഇവിടെ തയ്യാറാക്കുന്നേ ഉള്ളൂ, കുഴിച്ചിട്ടിട്ട് പോലുമില്ല. അപ്പോഴേക്കും ആ എൻറ്റിറ്റി ഇളകി തുടങ്ങി അവരിലൂടെ. അവരെയല്ല ഞാൻ ഹീൽ ചെയ്തത്, അവരുടെ വീടിനെയാണ്. പക്ഷെ ആ വീടിന് വന്നിട്ടുള്ള പ്രശ്നം പൊതുപ്രശ്നമാണ്. അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഈ ലേഡിയാണ്. എന്നാലോചിച്ചു നോക്കൂ. ഇവരവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണിച്ചിത്ര താഴ്ന്നൊന്നുമല്ല, അത്രയും അതിഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ആ സ്ത്രീ അവിടെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായത്. പാവം സ്ത്രീയാണ് അവർ ആക്ച്വലി. പക്ഷേ ഇവരുടെ രൂപവും ഭാവവും മാറിയ സമയത്ത് ഇവർക്കെതിരെ അയച്ച എൻറ്റിറ്റി ഇവരിലൂടെ സംസാരിക്കാൻ തുടങ്ങി. ആലോചിച്ചു, ക്യാൻ യു ഇമാജിൻ? അപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അലേർട്ടായി. അപ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ട് കൂടുതൽ സംരക്ഷണങ്ങൾ എടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു മാലയുണ്ട്, അതും ക്രിസ്റ്റലാണ്. ഞാൻ ക്രിസ്റ്റൽ വെച്ചിട്ടുള്ളതാണ് കൂടുതലും ചെയ്യുന്നത്. അതുകൂടാതെ ഒരു ക്രോസ് ഉണ്ട് എൻ്റെ കയ്യിൽ, ക്രൂശിത രൂപമുള്ള ഒരു കുരിശുണ്ട്. അത് അവരുടെ തിരുനെറ്റിയിൽ അങ്ങ് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തോടുകൂടി അവർക്ക് ആശ്വാസമായിട്ട് പതുക്കെ അപ്പോഴും അടങ്ങുന്നില്ല, പതുക്കെയാണ് അടങ്ങുന്നത്. ഏകദേശം ഒരു മണിക്കൂറോളം നമ്മളെ കുഴക്കുന്ന ഒരു സമയമായിരുന്നു അതെല്ലാം. ഏകദേശം കാലത്ത് 11:30 അവർ വന്നു. ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു 1:30-2 മണിക്ക് ഉള്ളിലായിട്ടുണ്ട്, 1:45 അതിനുള്ളിൽ അരങ്ങേറിയ സംഭവങ്ങളാണ് ഞാനീ പറയുന്നത്. ആ സ്ത്രീയിൽ ഇരുന്നിരുന്ന എൻറ്റിറ്റി, അതായത് അവർക്കെതിരെ അയച്ച എൻറ്റിറ്റി അവരിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് പിന്നീട് എവിടേക്കാണ് പോകേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോകണമെന്ന് പറഞ്ഞു, നിർബന്ധിച്ചു. എന്നാൽ പോയിക്കോ, എവിടെ നിന്നാണോ അയച്ചത് അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞു. പിന്നീട് ഇവർ ഒരു ട്രാൻസിലാണ്, കണ്ണടച്ചിരുന്ന് പറയുകയാണ് അവർ കാണുന്നത് അവർ കല്യാണം കഴിച്ചു വന്ന തറവാടാണ്. ഇവരുടെ അമ്മായിച്ചനും അമ്മായിയും അവിടെ നിൽക്കുന്നുണ്ട്. വാതുക്കെ അവരെത്തി കയറാൻ പറ്റുന്നില്ല. അവരുടെ തറവാട് വീട് അവിടെയാണ് അമ്മായിച്ചനും അമ്മായിയമ്മയും ഉള്ളത്. ഇവർ മാറി താമസിച്ചു, മൂത്ത മകനാണ്. ഇവർ മാറി താമസിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മായിപ്പൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇവർ മാറി താമസിച്ചതെന്ന് അവർ പറഞ്ഞു. ഒരു രീതിയിൽ യോജിച്ചു പോകാൻ പറ്റാത്ത ആൾക്കാരാണ് അമ്മായിയമ്മയും. അപ്പോൾ അവിടുന്ന് മാറി താമസിക്കുന്നത് സ്വാഭാവികമാണല്ലോ. അങ്ങനെ മാറി താമസിച്ചതിൻ്റെ അഹങ്കാരവും അവൻ്റെ അഹങ്കാരമാണ് അവൻ രക്ഷപ്പെട്ടു പോയി, അവൻ കാശുണ്ടാക്കി എന്നുള്ള ആ ഒരു അസൂയയും ഒക്കെ മനസ്സിലാക്കിയ ആ അസൂയ തോന്നിയിട്ടാണ് അച്ഛനും അമ്മയും ഇങ്ങനെ ചെയ്തത്. സ്വന്തം മകനെയാണ്, മകനെയും മരുമകളെയും. പിന്നീട് അത് ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. റിക്ലൈനറിൽ കിടത്തി. അവർ കുറേ നേരം കരഞ്ഞു. അവസാനം എന്നോട് ക്ഷമാപണം നടത്തിയത്. പക്ഷെ അത് ആ വീട്ടിലേക്കല്ലേ പോയത്? അവരുടെ വീടല്ല, അല്ല കുടുംബ വീട്ടിലേക്കല്ലേ പോയത്? എവിടെ നിന്ന് അയച്ചോ അങ്ങോട്ട് പോകും. പിന്നെ പ്രശ്നം ഉണ്ടാവുന്ന അവിടെയാണ്. ഞാൻ പറയട്ടെ, ഞാനൊരു അമ്പ് രാഹുലിന് നേരെ തൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ബൂമറാങ് എറിഞ്ഞു. ഈ ബൂമറാങ് തിരിച്ചു വരുന്നത് എവിടെയാ? അല്ല, അങ്ങോട്ട് ഞാൻ എറിഞ്ഞു, ഇത് വരുന്നത് എൻ്റെ അടുത്തേക്കല്ലേ? അതുപോലെ തിരിച്ചു ചെല്ലും. ഈ ഊർജം ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു ബോഡിയിലല്ലേ ആ ഒരു ആത്മാവ് കയറിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ എൻറ്റിറ്റി കയറിയിട്ടുള്ളത്. അതെ, അത് അതിന് സ്വതന്ത്രമായി കഴിഞ്ഞാൽ എനർജി എവിടെ നിന്നാണോ സോഴ്സ്, ആ സോഴ്സിലേക്ക് പോകും. പിന്നെ മറ്റൊരു ബോഡിയിലേക്ക് ഇത് കയറണ്ടേ ആവശ്യമില്ലേ? അപ്പൊ അവരെ കണ്ടുപിടിക്കാം, ചെയ്ത ആ വ്യക്തിയെ തന്നെ കണ്ടുപിടിക്കും. ഈ എനർജിക്ക് എവിടെയെങ്കിലും നിലനിൽക്കണ്ടേ? അപ്പോൾ അത് തിരിച്ചു പോവും, അവിടെ തിരിച്ചടിക്കും. അതാ പറയുന്നത്, ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർ അത് ഇതിൻ്റെ തിരിച്ചടികൾ എന്തായിരിക്കും? തിരിച്ചടികൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്തതിൻ്റെ, അതായത് ഇപ്പോൾ ഈ യൂണിവേഴ്സൽ ലോ തന്നെയാണ് അവിടെ, പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്. നമ്മൾ ഒരു മൗണ്ടൻ ഏരിയയിൽ ചെന്നിട്ട് നമ്മൾ നമ്മുടെ പേര് തന്നെ ഉച്ചരിക്കുകയാണ് ശബ്ദത്തിൽ. ഒരു തവണ ഉച്ചരിച്ചാൽ മതി, എത്ര എണ്ണം തിരിച്ചു വരുന്നു? ഇത് തന്നെയാണ് കർമ്മ നിയമവും. മനസ്സിലായോ? അല്ല, ഇത് തിരിച്ചടിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാകാൻ പോകുന്നത് എന്തായിരിക്കും? അവരുടെ ജീവിതം വളരെ ദയനീയമായ തലത്തിലേക്ക് പോകാം. വളരെ ദയനീയമായ മരണം വരാം. വെള്ളം ഇറങ്ങാതെ കിടന്ന് മരിക്കുന്ന അവസ്ഥ വരാം. പെട്ടെന്ന് നിലം പതിക്കാം, ഇടിവെട്ടേറ്റ പോലെ. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളതുകൊണ്ട്. എൻ്റെ അടുത്ത് 2013 ഇതുപോലെ ക്ഷുദ്രം ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. 2024 സെപ്റ്റംബറിൽ അത് കുഴിച്ചെടുത്തു. ഒരു ബ്രദർ പ്രാർത്ഥിച്ച് കണ്ടെടുത്തു. ഇതാര് ചെയ്തു എന്ന് നോക്കിയപ്പോൾ ആ ചെയ്ത മനുഷ്യനിപ്പോൾ മരിച്ചു. കഴുത്തിൽ ക്യാൻസർ വന്നാണ് മരിച്ചത്. അപ്പോൾ തന്നെ അവർ വെർഡിക്റ്റ് നമുക്ക് പിടികിട്ടിയില്ല, അവരുടെ വിധി എന്താണെന്ന് നമുക്ക് പിടികിട്ടിയില്ലേ. അപ്പം ഇങ്ങനെ ചെയ്യുന്നവർക്കൊന്നും ഗുണം ഉണ്ടാവില്ല, ദോഷം തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവരെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, അച്ഛനും അമ്മ ഇങ്ങനെ ചെയ്തിട്ടും ഞങ്ങൾ തിരിച്ചൊന്നും ചെയ്തിട്ടില്ല സാറേ, വേണമെങ്കിൽ ചെയ്യാം.
കാരണം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാണ്, അവിടേക്ക് ഇഷ്ടംപോലെ മാന്ത്രികരുണ്ട്. അവർ പക്ഷെ അത് ചെയ്തിട്ടില്ല. നമ്മൾക്ക് വന്നത് ഒഴിച്ചു വിടുക, അത്ര മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് നല്ല മനസ്ഥിതിയാണ്. വേറെ ചിലർ ചെയ്യുന്നത് അതല്ല. വേറെ ചിലർ ചെയ്യുന്നത് തിരിച്ച് ഇതിലും ശക്തിയുള്ളത് അങ്ങോട്ട് അയക്കും. എനർജിയെ നമുക്കങ്ങനെ വിനിയോഗിക്കാൻ പറ്റും. ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നതും വൈറ്റ് മാജിക് എന്ന് പറയുന്നതും ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ്. ഒരു ഫ്ലിപ്പ് ഓഫ് ദി കോയിൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നത് വൈറ്റ് മാജിക്കാണ്. ഇത് തന്നെ ഞാൻ ഒരാളെ നശിപ്പിക്കാൻ ഉപയോഗിച്ചത് ബ്ലാക്ക് മാജിക്കായി. അതാ ഞാൻ പറഞ്ഞു, ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ് ഈ പറയുന്ന കർമ്മങ്ങളെല്ലാം തന്നെ.